ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിപ്രോക്കൽ പ്രോമിസസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്, റൂൾസ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് നമുക്ക് നോക്കാം. റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റിലെ ചില കേസുകളിൽ റെസിപ്രോക്കൽ പ്രോമിസസ്, അതായത് രണ്ട് പ്രോമിസുകൾ പരസ്പരം വരാറുണ്ട്. നോർമലി ഒരു കോൺട്രാക്റ്റിൽ രണ്ട് കേസാണ് വരാറുള്ളത്. ഒന്നിൽ ഒരു ആക്റ്റും ഒരു പ്രോമിസും ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് പ്രോമിസുകൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ രണ്ട് പ്രോമിസുകൾ ഉണ്ടാവുന്ന കേസുകളിൽ ആ രണ്ട് പ്രോമിസുകളും ഒരുമിച്ച് വരുന്ന കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിലുള്ള പ്രോമിസുകളെയാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. വെൻ എ കോൺട്രാക്റ്റ് കൺസിസ്റ്റ് ഓഫ് എൻ എക്സ്ചേഞ്ച് ഓഫ് പ്രോമിസസ്, ദേ ആർ കാൾഡ് റെസിപ്രോക്കൽ പ്രോമിസസ്. അതായത് പ്രോമിസുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നു. സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ് പ്രകാരം ഡിഫൈൻ ആസ് പ്രോമിസസ് വിച്ച് ഫോം ദി കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ആർ കാൾഡ് റെസിപ്രോക്കൽ പ്രോമിസസ്. അതായത് ഒരു കോൺട്രാക്റ്റിലെ കൺസിഡറേഷനോ അല്ലെങ്കിൽ കൺസിഡറേഷൻ്റെ ഭാഗമായിട്ട് പ്രോമിസുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അത്തരം പ്രോമിസുകളെ നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. Mutual and independent. When the promises are to be performed by each party independently without waiting for the other party to perform his promise, the promises are mutual and independent. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കോൺട്രാക്റ്റിൻ്റെ കേസിൽ രണ്ട് പ്രോമിസുകളും കണക്റ്റഡ് ആയിരിക്കും, രണ്ട് റെസിപ്രോക്കൽ പ്രോമിസുകളും കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ ആ രണ്ട് പ്രോമിസുകളും പെർഫോം ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ആയിരിക്കും, സ്വതന്ത്രമായിരിക്കും എന്നാണ് പറയുന്നത്. മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. വെൻ ദ പെർഫോമൻസ് ഓഫ് വൺ പാർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദ പിരിയർ പെർഫോമൻസ് ഓഫ് ദ അതർ പാർട്ടി, ദ പ്രോമിസസ് ആർ മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. ചില കേസുകളിൽ ഒരു പ്രോമിസ് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അനദർ പ്രോമിസ് ഓൾറെഡി പെർഫോം ചെയ്തിട്ടുണ്ടാവണം. അത്തരം കേസുകളിൽ പ്രോമിസ് എന്താണ്, ഡിപ്പെൻഡൻ്റ് ആവുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. വെൻ ദ പ്രോമിസസ് ആർ ടു ബി പെർഫോംഡ് സൈമൾട്ടേനിയസ്ലി, ദ പ്രോമിസസ് ആർ മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. ഇവിടെ പറയുന്നത് പ്രോമിസുകൾ ഒരേ സമയത്ത് തന്നെ പെർഫോം ചെയ്യാം. അത്തരം കേസുകളിലാണ് അത്തരം കേസുകളിലുള്ള റെസിപ്രോക്കൽ പ്രോമിസുകളെയാണ് നമ്മൾ കൺകറൻറ്റ് പ്രോമിസുകൾ എന്ന് പറയുന്നത്. റൂൾസ് റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. ഒരു റെസിപ്രോക്കൽ പ്രോമിസസ് പെർഫോം ചെയ്യണമെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള റൂൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റിഗാർഡിംഗ് സൈമൾട്ടേനിയസ്ലി പെർഫോമൻസ്, സെക്ഷൻ 51. The promiser need not perform his promise unless the promisee is ready and willing to perform his reciprocal promises. സെക്ഷൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 51 പ്രകാരം ഫസ്റ്റ് റൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് ഇവിടെ? ദ പ്രോമിസർ നീഡ് നോട്ട് പെർഫോം ഹിസ് പ്രോമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിലെ റെസിപ്രോക്കൽ പ്രോമിസുകളിൽ അറ്റ് ദ സെയിം ടൈമിലാണ് രണ്ട് പ്രോമിസുകൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ്ലി പെർഫോം എന്ന് പറയുന്നത്. ഈ സൈമൾട്ടേനിയസ്ലി പെർഫോമാണ് ഒരു കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് സൈമൾട്ടേനിയസ്ലി പെർഫോമൻസ് ആണ് എന്നുണ്ടെങ്കിൽ പ്രോമിസർ എന്ന് പറയുന്ന ഒരാൾക്ക് അവൻ്റെ പ്രോമിസർ പെർഫോം ചെയ്താൽ മാത്രമേ ഉള്ളൂ തൻ്റെ പ്രോമിസ് പെർഫോം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സൈമൾട്ടേനിയസ് പെർഫോമൻസിൻ്റെ കേസിൽ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: പ്രോമിസർ എന്ന് പറയുന്ന ഒരാൾക്ക് അവൻ്റെ പ്രോമിസ് പെർഫോം ചെയ്താൽ മാത്രമേ തൻ്റെ പ്രോമിസ് പെർഫോം ചെയ്താൽ മതി എന്നുള്ളൊരു റൂൾ അവിടെ വയ്ക്കുന്നുണ്ട്.
അപ്പോൾ അതിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ്ലി പെർഫോമൻസ് എന്ന് വെച്ചാൽ റിഗാർഡിംഗ് ദ സൈമൾട്ടേനിയസ്ലി പെർഫോമൻസ് സെക്ഷൻ 51 പ്രകാരം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, റിഗാർഡിംഗ് ഓർഡർ ഓഫ് പെർഫോമൻസ് സെക്ഷൻ 52. For reciprocal promises, performance fixed the performed in that order. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ സെക്ഷൻ 52 പറയുന്നത് ചില കേസുകളിൽ റെസിപ്രോക്കൽ പ്രോമിസസ് തൻ്റെ ഓർഡർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും. അങ്ങനെ ഓർഡർ ഫിക്സ് ചെയ്യുന്ന കേസുകളിൽ ആ ഓർഡർ പ്രകാരം തന്നെയാണോ പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഓർഡർ റെസിപ്രോക്കൽ പ്രോമിസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ പ്രകാരമായിരിക്കും പിന്നീട് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത്. Where the order is not expressly fixed by the contract performed in that order with the nature of transactions. ഇനി അഥവാ ആ ഒരു കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ഓർഡർ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നോർമലി ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അത് റീസണബിൾ ടൈമിൽ തന്നെ അതിൻ്റെ നാച്ചർ അനുസരിച്ച് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് പ്രിവെൻറ്റിംഗ് ദി പെർഫോമൻസ് സെക്ഷൻ 53. In a reciprocal promise contract, when one party prevents the other from performing his promise, the contract becomes voidable at the option of the party so prevented. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ റെസിപ്രോക്കൽ പ്രോമിസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ ഏതെങ്കിലും ഒരു പാർട്ടി, സപ്പോസ് ഒരു കോൺട്രാക്റ്റിൽ വരുന്ന രണ്ട് പാർട്ടീസിലെ എ ആൻഡ് ബി എന്ന പാർട്ടീസിൽ എ എന്ന പാർട്ടി ബിയുടെ പ്രോമിസ് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, എ എന്ന പാർട്ടി ബിയുടെ പ്രോമിസ് തടയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രിവെൻറ്റ് ചെയ്ത ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്ത ആൾക്ക് തടഞ്ഞു നിർത്തിയ ആൾക്ക് അയാളുടെ ഓപ്ഷൻ അനുസരിച്ച് ബിയുടെ ആ ഒരു പ്രോമിസ് വോയിഡാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എ എന്ന പാർട്ടി ബിയുടെ പ്രോമിസ് പ്രിവെൻറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ തടയുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ പ്രിവെൻറ്റ് ചെയ്ത ആൾക്ക് അയാളുടെ ഓപ്ഷൻ അനുസരിച്ച് ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആക്കാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് നോൺ പെർഫോമൻസ് ബൈ ദ പാർട്ടി ഹൂ ഈസ് ടു പെർഫോം ഫസ്റ്റ് സെക്ഷൻ 54. പാർട്ടി ഹൂ ഈസ് ലയബിൾ ടു പെർഫോം ഫസ്റ്റ് ഫെയിൽ ടു പെർഫോം ഇറ്റ് ദെൻ സച്ച് പാർട്ടി കനോട്ട് ക്ലെയിം ദ പെർഫോമൻസ് from the other party and must make compensation to other party for any loss which is the other party may sustain by the non-performance of the contract. ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഓർഡർ ഓഫ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഓർഡർ ഓഫ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രോമിസ് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് പെർഫോം ചെയ്ത കോൺട്രാക്റ്റിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രോമിസ് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു കോൺട്രാക്റ്റ് എങ്ങനെ നമുക്ക് വിലയിരുത്താം, അത് സംബന്ധിച്ച റൂൾസ് എന്തൊക്കെയാണ് എന്ന് വിശദമാക്കുന്ന ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 54 പറയുന്നത്, ആദ്യമായിട്ട് പെർഫോം ചെയ്യേണ്ട വ്യക്തി അദ്ദേഹം പെർഫോം ചെയ്യാത്ത സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടീസിനോട് പെർഫോം ചെയ്യണം എന്ന് പറയാനുള്ള റൈറ്റ് അദ്ദേഹത്തിനില്ല എന്നാണ് പറയുന്നത്. ആദ്യമായിട്ടൊരു കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ആ ഒരു കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടീനോട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടീനോട് അതിന് പകരം പെർഫോം ചെയ്യാൻ പറയാനുള്ളൊരു റൈറ്റ് ആർക്കില്ല, ഈ ഫസ്റ്റുള്ള പാർട്ടിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റെസിപ്രോക്കൽ പ്രോമിസസ്, വൺ ലീഗൽ ആൻഡ് അതർ ഇല്ലീഗൽ.
when reciprocally promise firstly to do legal things and secondly do certain things which is illegal. The first set of promise is a contract, but the second is a void agreement. If the legal part is inseparable from the illegal part of the whole contract is void. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ റെസിപ്രോക്കൽ പ്രോമിസസിൻ്റെ കേസിൽ രണ്ടെണ്ണം ഉണ്ടാവും. ഒന്ന് ഇല്ലീഗലും ഒന്ന് ലീഗലും. ഇവിടെ ആദ്യത്തെ റെസിപ്രോക്കൽ പ്രോമിസസ് ലീഗലാവുകയും രണ്ടാമത്തെ റെസിപ്രോക്കൽ പ്രോമിസസ് ഇല്ലീഗലാണ്. ആദ്യത്തെ റെസിപ്രോക്കൽ പ്രോമിസസ് ലീഗലാണെങ്കിൽ അത് വാലിഡ് ആവുകയും രണ്ടാമത്തെ റെസിപ്രോക്കൽ പ്രോമിസസ് ഇല്ലീഗലാണെങ്കിൽ അത് വോയിഡ് ആവുകയും ചെയ്യുന്നു. ഇനി ആദ്യത്തെ ലീഗലായിട്ടുള്ള റെസിപ്രോക്കൽ പ്രോമിസസിൽ നിന്നും ഇല്ലീഗലായിട്ടുള്ള റെസിപ്രോക്കൽ പ്രോമിസസ് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ ആ ഒരു കോൺട്രാക്റ്റ് ഫുള്ളി വോയിഡായി തീരുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആൾട്ടർനേറ്റീവ് പ്രോമിസ് വൺ ബ്രാഞ്ച് ബീയിങ് ഇല്ലീഗൽ. In the case of alternative promise, one branch which is legal and the other illegal, the legal branch alone can be enforced. അതായത് ഒരു കോൺട്രാക്റ്റിൻ്റെ കീഴിൽ റെസിപ്രോക്കൽ പ്രോമിസസ് വെക്കുന്ന സമയത്ത് ആൾട്ടർനേറ്റീവ് പ്രോമിസസ് മെയ്ഡ് ചെയ്യാറുണ്ട്. ആൾട്ടർനേറ്റീവ് പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പാർട്ടീസ് എയും ബിയും, അതിൽ എ ഒരു കാര്യം ബിക്ക് ചെയ്തു കൊടുക്കുക എന്നുണ്ടെങ്കിൽ എ ഒരു എന്തെങ്കിലും ഒരു തരം കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ബിക്ക് ചെയ്തു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ബി അതിന് പകരമായിട്ട് രണ്ട് കാര്യങ്ങൾ എക്ക് ചെയ്തു കൊടുക്കുകയാണ്. ബി അതിന് പകരമായിട്ട് രണ്ട് പ്രോമിസുകൾ എക്ക് വെക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രോമിസുകൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പറ്റിയില്ലെങ്കിൽ അനദർ ചെയ്യാനുള്ളൊരു ചാൻസ് കൊടുക്കുകയാണ് ബിക്ക്. അത്തരം കോൺട്രാക്റ്റുകളെയാണ് അത്തരം പ്രോമിസുകളെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് പ്രോമിസസ് എന്ന് പറയുന്നത്. ഈ ആൾട്ടർനേറ്റീവ് പ്രോമിസുകളിൽ ചേഞ്ചസ് വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് പ്രോമിസുകളിൽ ലീഗലായിട്ടുള്ള പ്രോമിസസും ഇല്ലീഗലായിട്ടുള്ള പ്രോമിസസും ഉണ്ടാവും. ലീഗലായിട്ടുള്ള പ്രോമിസുകളാണെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയും ഇല്ലീഗലായിട്ടുള്ള പ്രോമിസുകളാണെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പാടില്ല. നിയമപരമായിട്ട് അത് നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം കേസുകളാണ് നമ്മൾ വൺ ബ്രാഞ്ച് ബീയിങ് വൺ ഇല്ലീഗൽ അല്ലെങ്കിൽ വൺ ബ്രാഞ്ച് ബീയിങ് ഇല്ലീഗൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിലെ ആ ഒരു ബ്രാഞ്ചിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലീഗലാണ് എന്നുണ്ടെങ്കിൽ അതിൽ എൻഫോഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നേരെ മറിച്ച് ആ എല്ലാ ഇല്ലീഗലായിട്ടുള്ള കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ലീഗലാണ് എന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ളതൊന്നും നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ബാക്കിയുള്ളതൊക്കെ ഇല്ലീഗലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് പ്രോമിസസ് വൺ ബ്രാഞ്ച് ബീയിങ് ഇല്ലീഗൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് റെസിപ്രോക്കൽ പ്രോമിസസിനെ കുറിച്ചാണ്. എന്താണ് റെസിപ്രോക്കൽ പ്രോമിസസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്, ദെൻ റൂൾസ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.